അമീർ, പൊതുവെ ട്രേഡേഴ്സ് വീക്കെൻഡ്സിൽ എന്താണ് ചെയ്യാറ്? കാരണം വീക്കെൻഡ്സിൽ മാർക്കറ്റ് ഉണ്ടാവാറില്ലല്ലോ. ഈ ഒരു കേസിൽ എവ്രി ട്രേഡേഴ്സ് ഹാവ് ദെയർ ഓൺ വ്യൂ പോയിൻ്റ് അബൌട്ട് ദെയർ വീക്കെൻഡ്സ്. അപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊരു ട്രേഡർ അയാൾക്കൊരു റിഫ്രഷ്മെൻ്റ് ആണ് ശരിക്കൊരു വീക്കെൻഡിൽ അയാൾ കൊടുക്കേണ്ടത്. അതിൻ്റെ റീസൺ, ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് മുതൽ അവസാനം വരെ അല്ലെങ്കിൽ ഫ്രൈഡേ വരെ അയാൾ ആ ഒരു ചാർട്ടിലും ആ ഒരു സ്ക്രീനിലും ഫുൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പുള്ളി കടന്നു പോണത് അല്ലേ. അപ്പോൾ അതിനൊരു റിഫ്രഷ്മെൻ്റ് ആണ് ശരിക്ക് അയാളുടെ മൈൻഡിന് അയാൾ ഒരു വീക്കെൻഡിൽ കൊടുക്കേണ്ടത്. സെക്കൻഡ് തിങ് ചെയ്യാൻ പറ്റുന്നത് ബാക്ക് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കഴിഞ്ഞ വീക്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, ആ ഒരു സ്ട്രാറ്റജിക്ക് എന്തൊക്കെ പിറ്റ്ഫാൾസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, ആ ഒരു വീക്കെൻഡിൽ അദ്ദേഹത്തിന് ചെയ്തു നോക്കാൻ പറ്റും, അനാലിസിസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് തിങ്, പുള്ളിയെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് അനാലിസിസ് ചെയ്യാം. കഴിഞ്ഞ വീക്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റുവരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തന്നെ നമ്മുടെ പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പെർഫോമൻസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നെക്സ്റ്റ് വീക്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീക്കെൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില ട്രേഡേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാറ്റർഡേ സൺഡേ ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരു സിറ്റുവേഷനാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ബാക്ക് ടെസ്റ്റിങ്ങും മൈൻഡ് റിഫ്രഷ്മെൻറ്റും ആണ് ഒരു ട്രേഡർ വീക്കെൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.